പെട്രോൾ പമ്പിൽ കയറുമ്പോൾ മീറ്റർ നോക്കി നെഞ്ചു പിടയുന്ന കാലം മാറാൻ പോവുകയാണ്. നമ്മൾ ഇലക്ട്രിക് വണ്ടികളെക്കുറിച്ചും ഹൈഡ്രജനെക്കുറിച്ചും ഒരുപാട് ചർച്ചകൾ കേട്ടു. പക്ഷേ നിശബ്ദമായി എന്നാൽ അതിശക്തമായി ഇന്ത്യയിൽ ഒരു പുതിയ വിപ്ലവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതാണ് ഫ്ലെക്സ് ഫ്യൂൽ. 2030 നമ്മുടെ റോഡുകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ മാജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. 2003 വെറും 5% എത്തനോൾ കലർത്തി തുടങ്ങിയ ഇന്ത്യ ഇന്ന് 10% കടന്ന് 20% കുതിക്കുകയാണ്. അളവിലധികം എത്തനോൾ ഒഴിച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ അടിച്ചുപോകും. കാരണം എത്തനോൾ എഞ്ചിൻ തുരുമ്പുണ്ടാക്കും. എന്നാൽ ഫ്ലക്സ് ഫ്യൂൽ എഞ്ചിനുകൾ ഇതിനെ പ്രതിരോധിക്കാൻ പാകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ലോകത്തെ ബോസ് ബ്രസീലാണ്. 1970 മുതൽ അവർ എത്തനോൾ ഉപയോഗിക്കുന്നു. ഇന്ന് ബ്രസീലിലെ ഭൂരിഭാഗം വണ്ടികളും 100% എത്തനോളിലും ഓടും. ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ ഇന്ത്യയിലെത്തുമ്പോൾ ഇതൊരു ചായകുടി സന്ദർശനമാകില്ല. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ മാറ്റിമറിക്കുന്ന കരാറുകൾ അവർ ഒപ്പിടും. ബ്രസീലിയൻ സാങ്കേതിക വിദ്യ വരുന്നതോടെ ഇന്ത്യയിൽ 85% മുകളിൽ എത്തനോൾ ഉപയോഗിച്ച് ഓടുന്ന E85 എഞ്ചിനുകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. കരിമ്പിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഈ വിപ്ലവത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ നമ്മുടെ കർഷകരാണ്. ഇത്രയും കാലം നമ്മൾ പെട്രോളിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നപ്പോൾ നമ്മുടെ പണം വിദേശങ്ങളിലെ എണ്ണക്കിണറുകളിലേക്കാണ് ഒഴുകിയിരുന്നത്. എന്നാൽ ഇനി ആ പണം നമ്മുടെ ഗ്രാമങ്ങളിലെ കരിമ്പ് പാടങ്ങളിലേക്കും ചോളം കർഷകരിലേക്കും എത്തും. കരിമ്പ് ചണ്ടിയിൽ നിന്നും കേടായ ധാന്യങ്ങളിൽ നിന്നും എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതോടെ കൃഷി ഒരു ലാഭകരമായ ബിസിനസ്സായി മാറും. വായുമലിനീകരണം കുറയുന്നതിനോടൊപ്പം സാധാരണക്കാരൻ്റെ ഇന്ധന ചിലവ് പകുതിയാക്കാനും നമ്മുടെ കർഷകർ സമ്പന്നരാകാനും ഈ നീക്കം വഴിയൊരുക്കും. ഇതൊക്കെ വെറും തള്ളല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിലേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ 100% എത്തനോൾ ബൈക്ക് എന്ന ഖ്യാതിയോടെ TVS തങ്ങളുടെ ഐക്കോണിക് മോഡലായ അപ്പാച്ചെ RTR 200 FIE 100 അവതരിപ്പിച്ചത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൽ പെട്രോൾ ഒട്ടും ചേർക്കാതെ ശുദ്ധമായ എത്തനോളിൽ മാത്രം യാത്ര ചെയ്യാം. എത്തനോൾ പമ്പുകളുടെ ലഭ്യത കുറവായതിനാൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ മോഡൽ അവതരിപ്പിക്കപ്പെട്ടത്. എങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ആവശ്യമായ വലിയ മൂലധനമില്ലാതെ തന്നെ സാധാരണക്കാരന് ഇന്ധന ചിലവ് പകുതിയായി കുറയ്ക്കാമെന്ന് TVS ഇതിലൂടെ തെളിയിച്ചു. നിലവിലുള്ള പെട്രോൾ പമ്പുകളിൽ തന്നെ ഗ്രീൻ ഡിസ്പെൻസിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ അണിയറയിൽ നടക്കുന്നുണ്ട്. പൂനെ പോലുള്ള നഗരങ്ങളിൽ 3 E100 സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇതിന്റെ വിജയകരമായ പരീക്ഷണത്തിന് ശേഷമാണ് ഇത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. കൂടാതെ പഞ്ചസാര മില്ലുകളുടെ പരിസരങ്ങളിൽ പ്രത്യേക എത്തനോൾ സ്റ്റേഷനുകൾ തുടങ്ങാൻ പദ്ധതിയുണ്ട്. അതായത് പെട്രോൾ അടിക്കുന്ന അത്രയും എളുപ്പത്തിൽ ഇനി നമുക്ക് എത്തനോളും അടിക്കാം. നിലവിൽ പെട്രോളിന് 100 രൂപയ്ക്ക് മുകളിൽ നൽകുമ്പോൾ ശുദ്ധമായ എത്തനോളിന് ലിറ്ററിന് 60 മുതൽ 65 രൂപ മാത്രമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. മൈലേജിൽ നേരിയ വ്യത്യാസം വന്നാൽ പോലും ഒരു സാധാരണ യാത്രക്കാരൻ്റെ മാസത്തെ ഇന്ധന ബില്ലിൽ കുറഞ്ഞത് 30 മുതൽ 40% വരെ ലാഭം ഇതിലൂടെ ഉണ്ടാകും. സാമ്പത്തിക ലാഭത്തിനപ്പുറം എത്തനോൾ അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറയ്ക്കും. പെട്രോളിയം ഇന്ധനങ്ങളെ അപേക്ഷിച്ച് എത്തനോളിൽ ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ഇത് എഞ്ചിനുള്ളിലെ ഇന്ധനം പൂർണ്ണമായി കത്താൻ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി അപൂർണമായ ജ്വലനം മൂലം ഉണ്ടാകുന്ന പുക ഗണ്യമായി കുറയുന്നു. പെട്രോളിലും ഡീസലിലും അടങ്ങിയിരിക്കുന്ന സൾഫർ കത്തുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡാണ് ആസിഡ് മഴയ്ക്കും മറ്റും കാരണമാകുന്നത്. എന്നാൽ ശുദ്ധമായ എത്തനോളിൽ സൾഫർ ഒട്ടുമില്ല. കൂടാതെ വർഷം തോറും പെട്രോളിനായി നമ്മൾ ഒഴുക്കുന്ന കോടാനുകോടി രൂപ ലാഭിക്കാം. ആ പണം നമ്മുടെ കർഷകരിലേക്ക് എത്തും. കൃഷി ലാഭകരമാകും. വണ്ടി ചിലവ് കുറയും. മലിനീകരണം കുറയും. ഇന്ത്യൻ ഗതാഗത സംവിധാനത്തിൻ്റെ DNA തന്നെ മാറാൻ പോവുകയാണ്. പെട്രോളിനും ഡീസലിനും ഒപ്പം എത്തനോൾ കാര്യത്തിൽ കുതിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളോട് ടാറ്റ പറഞ്ഞ് ബാരാമതിയിലെയും ഉത്തർപ്രദേശിലെയും കരിമ്പ് പാടങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ടാങ്കറുകൾ ഇന്ധനം ശേഖരിക്കുന്ന കാലം വിദൂരമല്ല. ഇന്ത്യയുടെ റോഡുകളിൽ ഇനി മുഴങ്ങുക കർഷകന്റെ വിയർപ്പിന്റെയും ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെയും കരുത്തായിരിക്കും.